കോഴിക്കോട് JDT കോളേജിലെ സ്ട്രോങ് റൂം അനധികൃതമായി തുറന്നെന്ന ആരോപണവുമായി UDF രംഗത്ത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. എന്നാൽ പേരാമ്പ്ര മണ്ഡലം UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയയുടെ പ്രതികരണം പുറത്തുവന്നതോടെ UDF വാദങ്ങൾ ആകെ പൊളിഞ്ഞു. ഇതോടെ സ്ട്രോങ് റൂം വിവാദത്തിൽ UDF പ്രതിരോധത്തിലായിരിക്കുകയാണ്. കോഴിക്കോട് JDT കോളേജിൽ വോട്ടെടുപ്പ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം സ്ഥാനാർത്ഥികളെ അറിയിക്കാതെ തുറന്നുവെന്ന ഗുരുതര ആരോപണവുമായാണ് UDF നേതാക്കൾ എത്തിയത്. കുന്നമംഗലം സ്ഥാനാർത്ഥി MA റസാഖ് മാസ്റ്റർ, DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, ഫൈസൽ ബാബു തുടങ്ങിയവർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇതെന്നായിരുന്നു ഇവരുടെ വാദം. എല്ലാ മണ്ഡലത്തിന്റെ സ്ട്രോങ് റൂമിന്റെ പരിസരത്ത് ഒരു സ്പെയർ റൂമുണ്ട്. ആ സ്പെയർ റൂമിന്റെ പുറത്ത് സ്ട്രോങ് റൂം എഴുതിയിട്ടുണ്ട്. പക്ഷെ തുറന്ന ആളിരിക്കുകയാണ്. കുറെ ഉദ്യോഗസ്ഥന്മാർ സിസ്റ്റം വെച്ച് ജോലി ചെയ്യുന്നു, സുരക്ഷാക്കാരുണ്ട്. രണ്ടാമത് ഇന്നർ പെരിമീറ്ററിന്റെ അകത്ത് BSFകാരെ മാത്രം സെക്യൂരിറ്റി ആവശ്യമുള്ളൂ. ഇവിടെ ഇഷ്ടം ഒരാൾ കയറി ഇറങ്ങിയാണ്. അതുകൊണ്ട് ഇതിൽ കൃത്യമായ സുരക്ഷാ പിഴവുണ്ടായിട്ടുണ്ട്. ഇത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഞാൻ കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മുതിർന്ന നേതാക്കളുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്നതായിരുന്നു പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയയുടെ പ്രതികരണം. സ്ട്രോങ് റൂമല്ല, മറിച്ച് പോളിംഗ് രേഖകൾ സൂക്ഷിച്ച മെറ്റീരിയൽ റൂമാണ് തുറന്നതെന്നും ഇക്കാര്യം വരണാധികാരി മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും തെഹ്ലിയ വ്യക്തമാക്കി. രാവിലെ ഒരു 8 o'clock ശേഷമാണ് എനിക്കൊരു കോൾ വരുന്നത്. ഇങ്ങനെ അത് എന്നെ ഡയറക്റ്റ് വിളിച്ചതല്ല. ആരോ അവരുടെ മെറ്റീരിയൽ റൂം ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പം 9 മണിയാകുമ്പം ഞങ്ങൾ ഓപ്പൺ ചെയ്യും, അപ്പോഴേക്ക് എത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ 11 മണിയാവുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു മെയിൽ അവർ ഫോർവേഡ് ചെയ്തു. ആ സമയത്ത് ഇവിടെ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്തു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വരണാധികാരിയും ഔദ്യോഗിക വിശദീകരണം നൽകി. എൻകോർ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി പേരാമ്പ്ര മണ്ഡലത്തിലെ പോളിംഗ് രേഖകൾ സൂക്ഷിച്ച സീൽ ചെയ്യാത്ത മുറിയാണ് തുറന്നത്. ഇത് ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം വിവാദം വിടാൻ UDF തയ്യാറല്ല. സ്ട്രോങ് റൂമിന് സമീപം മെറ്റീരിയൽ റൂം പാടില്ലെന്നും കേന്ദ്രസേനയുടെ സുരക്ഷാ വലയത്തിലുള്ള സ്ഥലത്ത് മറ്റുള്ളവർ പ്രവേശിച്ചത് ദുരൂഹമാണെന്നും MP MK രാഘവൻ ആരോപിച്ചു. വിഷയത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും UDF പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.